പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, ഇന്നലെ വരെ സുഖിച്ചത്, അതായത് സന്തോഷിച്ചത് അല്ലെങ്കിൽ രസിച്ചത് നമുക്ക് നഷ്ടവും, സഹിച്ചത് നമുക്ക് ലാഭവുമാണ്. പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച ഈ നൊയമ്പ് കാലഘട്ടത്തിൽ, അതായത് ഈ തപസ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടതായ വിഷയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കും, ഞാനേ ചിറ്റൂരല്ല, നമ്മളുടെ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ചിറ്റൂരിന്ന് വന്നൊരു ഫാമിലി. ഞാൻ പാവത്തിൻ്റെ ക്ലാസ് അന്ന് ഒരു 1.25 ദിവസം പ്രമാണം തന്നെയാണ് ചെയ്യാറ്. 10 പ്രമാണം ഡീറ്റെയിൽസായിട്ട് വ്യാഖ്യാനിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതും പശ്ചാത്താപവും പാപവും, അങ്ങനത്തെ ഒരു 3 സംഭവങ്ങൾ, പ്രമാണവും 3 കൂടി വരുമ്പോൾ 1.25 ദിവസം എടുക്കും. എന്നിട്ട് കുമ്പസാരത്തിന് എൻ്റെ ക്ലാസ്സും കൊടുത്ത് കുമ്പസാരിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ, 1 മണിക്കൂർ പറയാനുണ്ടാവും. കഥ പറയാനല്ല, പാപം മാത്രം. കരഞ്ഞ കണ്ണീരോടെയാണ് അങ്ങോട്ട് പോവുക. അതിലൂടെ അവർക്ക് അനുഗ്രഹങ്ങളുടെ പൂമഴയായിരിക്കും. ഇപ്പോൾ ദിവസങ്ങൾ കുറച്ചതുകൊണ്ട് അത് വേറെ രീതിയിലാണ്, ആ പാവമൊക്കെ പറയും, പക്ഷെ അത് വേറെ രീതിയിലാണ് ദൈവാത്മാവ് ക്രമീകരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച വൈകുന്നേരം വരെ ഒരു അമ്മയും മോളും അപ്പനും മോനും ഉണ്ടായി. 4 പേരുടെയാണ് വന്നത്. ഉഴപ്പിപ്പോയി. അവർ പറയുന്നത്, ഇവിടെ ഈ പറയണ രീതിയിലുള്ള ഈ പാവമൊക്കെ ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന്. എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാണ് അങ്ങനെ? എൻ്റെ പൊന്നുമോനെ, മോളെ, ദൈവ സ്വരം കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, പാപത്തെ ഓർത്ത് അനുതപിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, എനിക്കതിനൊരു പ്രേരണ കിട്ടിയില്ലെങ്കിൽ, എനിക്ക് ദൈവത്തിലോ ദൈവവചനത്തിലോ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലോ ദൈവത്തിൻ്റെ പ്രവർത്തികളിലോ വിശ്വാസമില്ലെങ്കിൽ, നമ്മൾ ചിന്തിക്കുക, ഞാൻ എങ്ങും എത്തിയിട്ടില്ല, ഞാൻ ഇപ്പോഴും ഒരു ചെളിക്കുഴിയിലാണെന്നുള്ളത് ആരായിരുന്നാലും അതാണ് അവൾക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിങ്ങൾക്കതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. അതായത് ബന്ധനങ്ങളുള്ള ഒരു വ്യക്തി, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അതായത് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ചെയ്തു പോയി, അതിനെക്കുറിച്ചൊരു പശ്ചാത്താപം ഇല്ല. അതോടൊപ്പം തന്നെ പാപമല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സംസാരങ്ങൾ, പ്രവൃത്തികൾ, നമ്മുടെ സ്വഭാവങ്ങളുടെ നീണ്ടുതര, നമ്മൾ തന്നെ ജഡ്ജ്മെൻറ്റ്, സാരമില്ല, കുഴപ്പമില്ല, കർത്താവ് ക്ഷമിക്കും, തീർച്ചയായിട്ടും ക്ഷമിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, എപ്പോഴാണ് ക്ഷമിക്കണേന്നറിയാവോ? ഈശോയ്ക്ക് ഒരു ഗോൾ അടിക്കാനായിട്ടൊരു അവസരം എപ്പോഴാണ് കിട്ടണേന്നറിയാവോ? ഞാൻ ചിന്തിച്ച, ഞാൻ പ്രവർത്തിച്ച, ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെ ഓർത്ത് ഞാൻ കണ്ണീരോടെ നിലവിളിക്കുമ്പോൾ, ഒന്ന് അനുദപിക്കുമ്പോൾ, ഒന്ന് പശ്ചാത്തപിക്കുമ്പോൾ, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള മനോഭാവത്തിൽ അനുതാപ കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ, മോനെ മോളെ, കർത്താവ് വിദൂരമല്ല, സമീപത്താണ്. അതുകൊണ്ടാണ് ഒരു പാവിയുടെ മാനസാന്തരം സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോഴേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. സ്വരമുയർത്തി ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മക്കളെ, ഈ തപസ് കാലഘട്ടത്തിൽ അടുത്തൊരു തപസ് കാലഘട്ടം നമുക്കുണ്ടാവില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നിൻ്റെ ജീവിതം ചെറുത്, നിൻ്റെ ജീവിതം ചെറുത്, മരണം ഉറപ്പ്, നിത്യജീവൻ വളരെ വലുതാണ്. ഇന്ന് എൻ്റെ സ്വർഗീയ അക്കൗണ്ടിൽ എന്തെല്ലാം ഉണ്ടാകും, എത്ര മാർക്കുണ്ടാകും, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്ന വലിയൊരു വിഷയമാണ് അത്. ഞാനടക്കം. ആരും മേൽമ നടിക്കാനുമില്ല, ആരും കുറ്റം പറയാനുമില്ല. അങ്ങനെ അവർ, ഞാൻ രോഗശാന്തി പ്രാർത്ഥന നടത്തിയിട്ട് ആ ഫാമിലിക്ക് ഞാൻ വിളിച്ചു പറയുകയാണ്, ഞാനല്ല, ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, ഇന്ന കളറിലുള്ള കുറേ മെസ്സേജുകളൊക്കെ പറഞ്ഞു. അതിലൊരു മെസ്സേജ്, ബുള്ളറ്റുമേന്ന് വീണ ഒരു ഫാമിലി ഇവിടെ ഉണ്ട്.
ആരും കൈവക്കത്തില്ല. ഭർത്താവ് ഞാനെന്ന് അവരെ കണ്ട, കാരണം 1000 ആൾക്കാർക്ക് അന്ന് 800, 900, 1000 ആൾക്ക് ധ്യാനത്തിന് വരുന്ന സമയങ്ങളാണ്. ഭർത്താവ് ഒരു കളറ് ഇച്ചിരി അല്ല എണ്ണച്ചായ കളറിൽ നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. ഹാഫ് കൈ ഷർട്ടിട്ടിരിക്കണത്. എവിടെ കൈ വെക്കാൻ ആരുമില്ല. ഭാര്യയോടും ഞാൻ പറഞ്ഞു, പെണ്ണിൻ്റെ കളറും പറഞ്ഞു. അപ്പോഴും അനങ്ങുന്നില്ല. കുറേ കാര്യം പറഞ്ഞിട്ട് രക്ഷയില്ല. പക്ഷേ ബുള്ളറ്റിന് മറഞ്ഞ സമയത്ത് ചുരിദാറിൻ്റെ കളർ ഇന്ന ചെറുതായിരുന്നു, ആ സമയത്ത് ബുള്ളറ്റിൻ്റെ കളർ ഇന്ന കളറായിരുന്നു, ആ ചേട്ടൻ്റെ ഷർട്ടിൻ്റെ കളർ ഇന്നായിപ്പോൾ വേഗം കൈവക്കി. എന്തോരം മെസ്സേജ് വേണം ഒരാൾക്ക് മാനസാന്തരപ്പെടാൻ, അല്ലേ? അത്രയും ബെമ്പല് കൊള്ളാണ് മോനെ മോളെ കർത്താവ്. ഹല്ലേലൂയ. നിന്നെ പ്രതി, നിന്റെ കുടുംബത്തെ പ്രതി കർത്താവ് ഒരു യാചകനെ പോലെ നിന്റെ പിന്നാലെ വരികയാണ്. കാരണം ദൈവം ഒരുപാട് സമയം നിന്നോട് പറഞ്ഞു, ഈശോ നീ പ്രാർത്ഥിക്ക്, ഇതിനൊക്കെ മെച്ചപ്പെട്ട ജീവിതം നിനക്ക് വേണോ? പക്ഷെ നീ വരുന്നില്ല, നീ ആ വഴി ചിന്തിക്കുന്നില്ല. തന്നിട്ടും നീ അങ്ങോട്ട് തിരിയുന്നില്ല. ദൈവം വിളിക്കാന്നിട്ട് ദൈവവിളിയില്ലാഞ്ഞിട്ടാണോ? അല്ല, ഉണ്ട്. തിരിയാൻ മനസ്സില്ല നീ, അല്ലെങ്കിൽ ഹൃദയം കഠിനമാക്കിയ ഒരാളാണ് ഫറവ. എന്തുണ്ടായെന്നറിയാമല്ലോ? 9 വാതകളെ വിട്ടപ്പോഴാണ് അവിടെ നിന്ന് മാനസാന്തരപ്പെടുന്നത്. അങ്ങനെ ആ സ്ത്രീ അന്നത്തെ ഒരൊറ്റ മാനസാന്തരത്തിൽ ആ സ്ത്രീയുടെ ഡ്രസ്സിൽ കംപ്ലീറ്റ് ചോരയായി മാറി, യേശുവിൻ്റെ തിരുരക്തം വീണ്. അതുകൂടാതെ ഞാൻ ആ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്ന പ്രാർത്ഥിച്ച ഈസ്റ്റർ കഴിഞ്ഞ പിറ്റേ ദിവസം പ്രാർത്ഥിക്കുന്നേ. ഞാൻ നോക്കുമ്പോൾ ആ വീട് ഒരു വലിയ അസ്ഥികൂടത്തിൻ്റെ പറമ്പിൽ വീട് വെച്ച പോലെയാണ് ദർശനം കാണുന്നത്. അതിൻ്റെതായ പ്രശ്നമായിരുന്നു അത്, മാനസാന്തരപ്പെടാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ പെട്ടെന്നാവണതല്ലേ? എൻ്റെ മക്കളെ, ഞാൻ അവിടെ ബലമായിട്ട് ആ ബന്ധന പ്രവർത്തനം കൊണ്ട് അവർ വിശദീകരിക്കപ്പെട്ടപ്പോൾ ആ കുടുംബം ഒരു അനുഗ്രഹമായി മാറിയപ്പോൾ എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നിലൂടെ ചോദിച്ചു, സഹോദരൻ്റെ ജോലി എവിടെ? കോഴിക്കോട്. സഹോദരിക്കോ എറണാകുളത്ത്. തനിക്ക് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ വേണോ? അങ്ങനെയൊക്കെ ചോദിക്കും. കാരണം എൻ്റെ ദൈവം അംബാനിയുടെയും അദാനിയുടെയും എല്ലാത്തിൻ്റെയും ടാറ്റയുടെയും മുതലാളിയാണ്. ദാറ്റ്സ് വൈ അവരുടെ ദൈവമാണ് മക്കളെല്ലാവരുടെയും ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ വേണോ? അപ്പോൾ അയാൾ പറയണം, തർക്കിക്കാൻ അന്ന് നടക്കൂല, കിട്ടൂല. വേണോ? 4 പ്രാവശ്യം ചോദിച്ചു, ദേഷ്യം പിടിച്ച് ചോദിച്ചു. വേണം. കളമശ്ശേരി HMTയുടെ അടുത്തേക്കാണ് വരാൻ പോണത്. എനിക്കറിയില്ല, അവിടെ വലിയൊരു പവർ ഹൗസ് ഉണ്ടെന്ന്. അതിലെ ഇലക്ട്രിസിറ്റി ജോലിക്കാരനാണ്, വലിയ പവർ ഹൗസ്. അവിടെ ജോലി കിട്ടി. 3-ാം ദിവസം വിളിച്ചു പറഞ്ഞു, എനിക്കവിടെ ജോലി കിട്ടിയെന്ന്. മോനെ നീ കരയേണ്ടവനല്ല, നീ തകരേണ്ടവനല്ല, നീ ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ തിരിഞ്ഞെടുക്കേണ്ടവനല്ല. കാരണം നീ ക്രിസ്തുവിൻ്റെ മകനാ, നീ ദൈവത്തിൻ്റെ മോനാ. നീ എപ്പോഴും ആനന്ദിക്കാൻ പറഞ്ഞതാ, നീ എപ്പോഴും ആഹ്ലാദിക്കാൻ പറഞ്ഞതാ. നിന്റെ ദൈവം മഹോന്നതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയ മക്കളെ, എനിക്ക് നീ അനുതാപ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ പാപങ്ങളൊക്കെ പശ്ചാത്തപിച്ചുകൊണ്ട് എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും? ആകാശഭൂമി സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും. മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. നോയമ്പ് സമയത്ത് ഒരു 4-5 പാവപ്പെട്ടവരെയൊക്കെ നമ്മൾ കാണണം. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ രോഗികളായ മക്കള്, വേദനിക്കുന്നവരെ ഒരു ആശ്വാസം കൊടുക്കുവാനായിട്ടൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ കാണുന്നതും നമ്മൾ ചെന്ന് കണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ വീണ്ടും നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്, വേദനിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, രോഗികളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ എന്താഗ്രഹം കൊണ്ടാണോ സമർപ്പിച്ചത് അതെല്ലാം നടത്തി കൊടുക്കണമേ. എല്ലാവരും സ്തുതിക്കാം മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാവെ പ്രാർത്ഥിക്കണേ, സെന്റ് ജോസഫെ പ്രാർത്ഥിക്കണേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.